Hi everyone. So today we are going to study about the shape factor. So shape factor is defined as a fraction of the radiation energy that is diffused from one surface element and strike on the other surface element directly without any intermediate reflection. അതായത് ഇവിടെ നോക്കിയേ, ഈ പറയുന്ന F12 എന്ന് പറയുന്നതാണ് എന്ത് ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ഷേപ്പ് ഫാക്ടറിന് വേറെ പേരെന്ന് പറയുന്നത് വ്യൂ ഫാക്ടർ, ജിയോമെട്രിക് ഫാക്ടർ, കോൺഫിഗറേഷൻ ഫാക്ടർ, ഇങ്ങനെയുള്ള പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഷേപ്പ് ഫാക്ടർ. ഇപ്പോൾ റേഡിയേഷൻ പഠിക്കുമ്പം നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട സാധനമാണ് എന്ത് ഈ ഷേപ്പ് ഫാക്ടർ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ബോഡി നിൽക്കുന്നത് 1 to 2 ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 1ൽ നിന്ന് 2വിൽ എത്തുന്ന എനർജി എത്രയാണ്, മൊത്തം എത്ര ഇവിടുന്ന് പോരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഫ്രാക്ഷൻ കാണിക്കുന്നതാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ ഹൗ മച്ച് എനർജി ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദിസ് 2 ഫ്രം ദിസ് 1 ആൻഡ് ടു ദ ഫ്രാക്ഷൻ ഓഫ് എനർജി ദാറ്റ് ഈസ് coming out of this surface 1. So that radiation fraction is called a shape factor. So F12 can be defined as Q12. ഒന്നിൽ നിന്ന് രണ്ടിൽ എത്തുന്നത് എന്തുമാത്രമുണ്ട്, ക്യൂവിൽ നിന്ന് പോരുന്നതിലുണ്ട്. ഈ ഒരു റേഷ്യോ ആണ് എന്ത് ഈ പറയുന്ന ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് ഓൺലി ദർ ഈസ് നോ ഇൻ്റർമീഡിയറ്റ് റിഫ്ലക്ഷൻ. അതായത് ഇങ്ങനൊരു കേസ് പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന കാണിച്ചു ഇവിടെ നേരിട്ട് എത്രയാണ് ഇവിടെ വരുന്നുണ്ടെന്ന് കാണിക്കുന്നത് മാത്രമാണ് എന്ത് ഈ പറയുന്ന ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം എന്താണെന്ന്. ദ പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടേഴ്സ് ഓഫ് ഷേപ്പ് ഫാക്ടർ. The value of shape factor is purely depends on the geometry and orientation of the radiating surface. അതായത് ഈ പറയുന്ന കാര്യം പ്യൂർലി ഡിപ്പെൻസ് ഓൺ ദ ജോമെട്രി ആൻഡ് ഓറിയൻറ്റേഷൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളെയാണ് നമുക്ക് ഇപ്പോൾ നോക്കാം അത് എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് ഈവൻ ദോ ഓൾ ദ 4 സർഫസ് ഹാവിങ് ദ സെയിം സർഫസ് ഏരിയ. ഇപ്പോൾ എടുക്കാൻ പോകുന്ന 4 സർഫസ് എന്ന് പറയുന്നത് ഒന്നിത്, രണ്ട്, അത് നമുക്ക് ഇത് രണ്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ സെയിം ആയിരിക്കും. ഇവിടെ നോക്കി ഇതിൻ്റെ ഏരിയയും ഞാൻ സെയിം ആയിട്ട് ഉപയോഗിക്കാൻ പോവാണ്. അപ്പം ഈ ഏരിയയും സെയിം ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന എനർജി ഇവിടെ ഇത്രയും വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏരിയ സെയിം ആണെങ്കിൽ പോലും ഇവിടെ നിന്ന് വരുന്ന എനർജി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഹിറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് അപ്പോൾ ഇവിടെ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായി, ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ വ്യത്യാസപ്പെടും. ഇവിടെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇതെല്ലാം വന്ന് ഇവിടെ വയ്ക്കും, ഈ 2വിൽ വരും. പക്ഷേ ഇത് നോക്കി കുറേ ഏരിയ ഇതിൻ്റെ പുറകിലല്ലേ. സോ ഈ ഏരിയ എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണോ ഇതിനിപ്പുറത്തുള്ളത്? അല്ല. അപ്പോൾ എന്തായിരിക്കും ഷേപ്പ് ഫാക്ടർ ഈ കേസിൽ എന്തായിരിക്കും, കുറേ. അതാണ് പറയുന്നത് ഈവൻ ദോ ഓൾ ദ 4 സർഫസ് ഹാവിങ് ദ സെയിം സർഫസ് ഏരിയ ബട്ട് ദ ഷേപ്പ് ഫാക്ടർ F12 not equal to F34. Okay, F12 not equal to 34 because the change in geometryക്ക് അത് വ്യത്യാസമുണ്ട്. ഇവിടെ ഈ പറയുന്ന കണ്ടാണ് ഇതെന്താണ് ഒരു പ്ലെയിൻ പോലെ, ഇതെന്താണ് ഒരു സർക്കുലർ പ്ലെയിൻ. സോ ഈ രണ്ട് കേസിലും എന്തായാലും ഒരു സ്പിയർ അല്ലേ. അപ്പോൾ ഈ രണ്ട് കേസിലും എന്തായിരിക്കത്തില്ല, ഈ പറയുന്ന ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ സെയിം ആയിരിക്കത്തില്ല. ഇനി അടുത്തൊരു കേസ് നോക്കാം. ഈവൻ ദോ ഓൾ സർഫസ് ഹാവിങ് ദ സെയിം സർഫസ് ഏരിയ ആൻഡ് ജോമെട്രി the shape factor are not equal because of the change in orientation. അപ്പോൾ ഓറിയൻറ്റേഷൻ വ്യത്യാസപ്പെട്ടാലും എന്ത് സംഭവിക്കും, ഈ പറയുന്ന ഷേപ്പ് ഫാക്ടറിന് വ്യത്യാസം. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓറിയൻറ്റേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഓറിയൻറ്റേഷൻ പറഞ്ഞ എന്താണ്, F12 എന്ന് പറയുന്ന രണ്ട് പ്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു അല്ലേ, രണ്ട് പാരലായിട്ട്. ഇവിടെ ഈ പ്ലേറ്റ് എന്താ സംഭവിച്ചു, ചെരിച്ച് വെച്ചു, ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചു. അതായത് 5, 6, 5ൽ നിന്ന് 6 വരുന്നത്. അപ്പം 1ൽ നിന്ന് നേരത്തെ 2വിലേക്ക് വന്ന അത്ര എനർജി 5ൽ നിന്ന് 6ലേക്ക് വരുമോ? ഇല്ല. കാരണം എന്താണ്, ചെരിഞ്ഞിരിക്കുന്നത്. അപ്പം കുറച്ച് എനർജി എന്ത് ചെയ്യും, ഇതിലെ പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ F12 നോട്ട് ഈക്വൽ ടു F16. സോ എന്താണെന്ന് ഓർത്തിരിക്കുക, എങ്ങനെയാണ് ഈ പറയുന്ന സാധനത്തിൻ്റെ ഏരിയ സെയിം ആണെങ്കിലും ജോമെട്രിയും ഓറിയൻറ്റേഷനും മാറിയാൽ ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ വ്യത്യാസപ്പെടാം. ഇനിയും F12 ഓർ Fij വേരീസ് ഫ്രം 0 to 1. അതും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എപ്പോഴും എന്താണ്, ഫ്രാക്ഷനാണ്. മൊത്തം എനർജി എത്ര വരുന്നു, അതിൽ എത്ര പാർട്ട് ഇവിടെ വീഴുന്നത്. അപ്പോൾ എന്തായിരിക്കും, ദ റേഞ്ച് ഷുഡ് ബി ഫ്രം 0 to 1. മൊത്തം എനർജിയും അവിടെ വന്ന് വീഴുന്നുണ്ടെങ്കിൽ, ഒരു സർഫസിൽ നിന്ന് വേറെ സർഫസിൽ വന്ന് വീഴുന്നുണ്ടെങ്കിൽ അവിടെ F12ൻ്റെ വാല്യൂ എത്രയായിരിക്കും, 1 ആയിരിക്കും. അപ്പം ഒരു എനർജിയും വന്ന് വീഴുന്നില്ല, ഒരു സർഫസിൽ നിന്ന് വേറെ സർഫസിൽ ഒരു എനർജിയും വന്ന് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, next point, the sum of the shape factors of the body with respect to the surrounding body is always 1. ഇതുണ്ട്, ഒരു ബോഡി ഞാൻ ഇവിടെ വെച്ചു. ഇനി സറൗണ്ടിങ് സർഫസ് എന്ന് പറയുന്നത് മൊത്തം ഞാൻ എന്ത് ചെയ്തു, 2 എന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F12 ഈസ് ഈക്വൽ ടു 1. 1ൽ നിന്നുള്ളത്
ഇത് 1ൻ്റെ സർഫസ് മൊത്തം, ഇത് 2ൻ്റെ സർഫസ് മൊത്തം. അപ്പം 1ൽ നിന്ന് 2ലേക്ക് എന്തായിരിക്കും മൊത്തം എനർജി എന്തായിരിക്കും? ഇത് ഇതിനകത്ത് എൻക്ലോസ്ഡ് അല്ലേ, അപ്പോൾ എന്തായിരിക്കും F12 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനിയും ഈ ഒരു കേസ് നോക്കി, ഇവിടെ 1 എന്ന് പറയുന്ന സർഫസ് ഇരിക്കുന്നത്, ചുറ്റുമുള്ളത് 2, 3, 4, 5. ഇവിടെ റേഡിയേറ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇന്നർ സർഫസ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F1 ഓക്കെ, അവിടെ വാല്യൂ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സോ F11 പ്ലസ് എഫിൽ നിന്ന് 1, 2, എഫിൽ നിന്ന് 1, 3, എഫിൽ നിന്ന് ഈ പറയുന്ന 1ൽ നിന്ന് 4ലേക്ക്, 1ൽ നിന്ന് 5ലേക്ക്, 1ൽ നിന്ന് 6ലേക്ക്, അങ്ങനെ എല്ലാ വാല്യൂവും കൂടെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ദ നെറ്റ് എഫക്റ്റ് ഷുഡ് ബി 1 അല്ലേ. ഇവിടുന്ന് എനർജി പോരുന്നത് എവിടെയെങ്കിലും പിടിച്ചിരിക്കും. ഒന്നെങ്കിൽ 2 പോവും, 3 പോവും, 4 പോവും, 5 പോവും, 6 പോവും, അല്ലെങ്കിൽ 1 തന്നെ വരാം. ഇതിൻ്റെ പുറത്തോട്ടെങ്കിലും പോകാൻ ഇടയില്ല. അപ്പം ഈ നെറ്റ് വാല്യൂ ഓഫ് ദ ഷേപ്പ് ഫാക്ടർ ഷുഡ് ബി 1. അഗെയിൻ F11 എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഷേപ്പ് ഫാക്ടർ ഓഫ് ദ ബോഡി വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് സെൽഫ്. അതിലേക്ക് തന്നെ എത്ര എനർജി വരുന്നുണ്ട്. അത് ചില കേസിൽ എനർജി അതിലേക്ക് തന്നെ വരുന്ന കേസുകളുണ്ട്, അത് വരാത്ത കേസുകളുണ്ട്. അത് നമുക്ക് നോക്കാം. ഫോർ ദ കേസ് ഓഫ് ദ ഫ്ലാറ്റ് സർഫേസ്, ദ കോൺവെക്സ് സർഫേസ്, the shape factor with respect to itself is equal to 0. നോക്കിയേ, ഫ്ലാറ്റ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ മേലോട്ടല്ലേ പോകുന്നത് അല്ലേ, ഇതിലേക്ക് തിരിച്ച് ഇനി റേഡിയേഷൻ വരുമോ? ഇല്ല. അപ്പം F11 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയായി? 0 ആയി. ഇവിടെ നോക്കിയേ, F11 ഇതിൻ്റെ ഔട്ടർ സർഫസ് ആണ് റേഡിയേറ്റിംഗ്. അപ്പം ഇത് പുറത്തോട്ടല്ലേ പോകത്തുള്ളൂ, ഇത് തിരിഞ്ഞ് ഒരിക്കലും റേഡിയേഷൻ തിരിച്ച് വരത്തില്ല. അപ്പം F11 ഈ കേസിലും എന്തായി? 0 ആയി. ഇനി നോക്കിയേ, ഫോർ ദ കേസ് ഓഫ് എ കോൺകേവ് സർഫസ് ആൻഡ് ദ എൻക്ലോഷർ, ദ ഷേപ്പ് ഫാക്ടർ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് സെൽഫ് നോട്ട് ഈക്വൽ ടു 0. അതായത് ഇങ്ങനൊരു സർഫസ് ഇരിക്കുക, ഇന്നർ സർഫസ് ആണ് ഇവിടെ റേഡിയേറ്റിംഗ്. അപ്പം F11 1ൽ നിന്ന് 1ലേക്ക് വീഴുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഹാവ് സം എമൗണ്ട് ഓഫ് എനർജി. അപ്പം F11 നോട്ട് ഈക്വൽ. അപ്പോൾ കണ്ണടച്ച് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ചില പ്രോബ്ലം ഒക്കെ വരുമ്പോഴത്തേക്ക് ചില കേസിൽ F11 ഇതിനകത്ത് നമുക്ക് 11 എന്ത് ചെയ്യാം? സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. കാരണം എന്താണ്? 0 ആണ്. കാരണം ഇത് പ്ലെയിൻ സർഫസ് ആണ്. അപ്പോൾ ഒരു കോൺവെക്സ് സർഫസ് ആണെന്നുണ്ടെങ്കിലും അവിടെ എന്തായിരിക്കും? F1. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ എടുക്കുമ്പം ഒരിക്കലും ഇത് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ കേസ് എന്നുള്ളത്. Now one of the most important rule, that is reciprocity rule. A1 F12 is equal to A2 F21. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടുന്ന് വന്നുള്ളതൊക്കെ നമുക്ക് ഈ റെസിപ്രോസിറ്റി റൂൾ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ദിസ് എക്സ്പ്രഷൻ ഇസ് ടേംഡ് ആസ് റെസിപ്രോസിറ്റി റൂൾ. അപ്പം F12 is equal to A1 F12 is equal to A2 F21. This expression is termed as reciprocity rule. അത് നമുക്ക് കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. സോ ഫൈൻഡ് ദ ഷേപ്പ് ഫാക്ടർ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഷേപ്പ് ഫാക്ടർ ഓഫ് എ inside surface of a semicircular duct with respect to itself when the heat transfer from the end are neglected. അപ്പോൾ ഇതാണ് നമ്മുടെ സെമി സർക്കുലർ ഡക്ട്. ഓക്കെ, അപ്പം ഈ സെമി സർക്കുലർ ഡക്റ്റിൻ്റെ ഇന്നർ ഫേസ് ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? റേഡിയേറ്റ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. ഇനിയും ഈ പറയുന്ന ഈ കേർവ്ഡ് സർഫസ് മൊത്തം 1 ആയിട്ടും ഈ പ്ലെയിൻ സർഫസ് എന്ത് ചെയ്തു? 2 ആയിട്ടും കൺസിഡർ ചെയ്തു. എൻഡ് എഫക്ട്സ് ഷുഡ് ബി നിഗ്ലക്റ്റഡ്. അപ്പോൾ രണ്ട് സൈഡിലുള്ള എൻഡ് എഫക്ട് നമുക്ക് നിഗ്ലക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ദ ലെങ്ത് ഈസ് L, ഇറ്റ്സ് റേഡിയസ് ഈസ് R. ഓക്കെ, ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെയുള്ള റേഡിയസ് ആണെന്ത്? R എന്ന് പറയുന്നത്. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻസ് എല്ലാം നമുക്കൊന്ന് എഴുതി നോക്കാം. F12 പ്ലസ് F11 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ. രണ്ടാണ്, 1ൽ നിന്ന് 2ലേക്ക് പോകുന്നു അല്ലേ, 1ൽ നിന്ന് 2ലേക്ക് പോകുന്നു, 1ൽ നിന്ന് 1ൽ വീഴുന്ന വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ ഈ പ്ലെയിൻ സർഫസിൽ നിന്ന് 1ലേക്ക് പോകുന്ന എനർജി വെച്ച് നമുക്ക് കമ്പാരിസൺ നിർത്താം. F21 പ്ലസ് F22 ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാം. ഇതിൽ ഏതാണ് 0? നമുക്കറിയാം F2വിൽ നിന്ന് 2ൽ വീഴുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൽ നിന്ന് 2വിൽ നിന്ന് 1ലേക്ക് പോകുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനി വേറെ സർഫസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ രണ്ട് വാല്യൂ നമുക്ക് കിട്ടി. ഒന്ന് F22ൻ്റെ വാല്യൂ കിട്ടി 0, F21ൻ്റെ വാല്യൂ കിട്ടി 1. അപ്പോൾ ഏകദേശം ഒരു ധാരണയെത്തി. അക്കോർഡിംഗ് ടു റെസിപ്രോസിറ്റി. അപ്പം ഇവിടെ ഏകദേശം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോസിറ്റി റൂൾ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എടുക്കാം. A1 F12 ഈസ് ഈക്വൽ ടു A2 F21. നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. A1 എന്ന് പറയുന്നത് ഇതിൻ്റെ സർഫസ് ആണ്. ഇതിൻ്റെ സർഫസ് എന്ന് പറയുമ്പം എത്രയായിരിക്കും? ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബേസ് പെരിമീറ്റർ 2πr ആണ്. 2πrൻ്റെ പകുതിയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായി? πr ഇൻറ്റു L. അപ്പോൾ എന്ത് കിട്ടും? ഈ പറയുന്ന ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. ലാറ്ററൽ സർഫസ് ഏരിയ ഇൻറ്റു F12. 1ൽ നിന്ന് 2ലേക്ക് എന്തുമാത്രം എനർജി ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇനിയും ഇതിൻ്റെ ഏരിയ എത്രയാണ്?
A2ൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ ആറാണ്. അപ്പം ടോട്ടൽ ലെങ്ത് എത്രയായി? 2r ഇൻറ്റു എൽ. അപ്പോൾ അതിൻ്റെ എന്ത് കിട്ടി? ഈ പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടി ഇൻറ്റു F21. അപ്പം ഇതിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? F12 ഈസ് ഈക്വൽ ടു, നോക്കിയേ, നമുക്ക് F21ൻ്റെ വാല്യൂ നേരത്തെ കിട്ടിയായിരുന്നല്ലോ 1, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് F12 ഈസ് ഈക്വൽ ടു 2RL ഡിവൈഡ് ബൈ പൈ RL ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ പൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന വാല്യൂ കിട്ടി, F12ൻ്റെ വാല്യൂ കിട്ടി. ഇനിയും F11, അപ്പോൾ F12ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഇനിയും നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? F11 ആണ്. അതെന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഇക്വേഷൻ കിടപ്പുണ്ട്, 12 + 11 ഈസ് ഈക്വൽ ടു 1 എന്ന് കിടപ്പുണ്ട്. അപ്പോൾ 11 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന വാല്യൂ ഇങ്ങോട്ട് പോയാൽ മതി, ഇങ്ങോട്ട് പോയാൽ. സോ യു വിൽ ഗെറ്റ് the corresponding 1 minus F12, you will get 1 minus 2 by pi. So this is an important problem that is that matters all the this convex, concave and plane surface and also the reciprocity rule. Okay, അപ്പോൾ അറിഞ്ഞിരിക്കുക എന്താണ് ഈ പറയുന്ന റേഡിയേഷനകത്ത് ഷേപ്പ് ഫാക്ടർ. റേഡിയേഷൻ എന്തുമാത്രം എനർജി ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിലേക്ക് അതിൻ്റെ ഫ്രാക്ഷൻ എന്തുമാത്രം വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ടേമാണെന്ത്? ഈ പറയുന്ന ഷേപ്പ് ഫാക്ടർ, അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഫാക്ടർ, അല്ലെങ്കിൽ വ്യൂ ഫാക്ടർ, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ഫാക്ടർ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.